കോഴിക്കോട് തിക്കൊടിയിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കും സഹായിക്കും നേരെ അക്രമം. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പുറക്കാട് വിദ്യാസദനം സ്കൂളിലെ ബസ് ഡ്രൈവർ വിജയനും ഭാര്യ ഉഷയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കോഴിക്കോട് നിന്ന് ഗോകുൽ, പറയൂ, എന്താണ് ഇങ്ങനെ മർദ്ദിക്കാൻ കാരണം? തിക്കോടിയിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റി സ്കൂളിലേക്ക് വരുന്നതിനിടയിലാണ് കാറിന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരടങ്ങുന്ന സംഘം ഈ ബസിന്റെ ഡ്രൈവറെയും ഭാര്യ തന്നെയാണ് സഹായി, ഇരുവരെയും മർദ്ദിച്ചത്. കുട്ടികളുടെ മുന്നിലിട്ടായിരുന്നു മർദ്ദനം. ഇതിന്റെ പേരിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ ചില ആളുകൾക്കെങ്കിലും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവരെ കൗൺസിലിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്കൂൾ ബസ് ഈ കാർ ഡ്രൈവർമാർക്ക് റോഡ് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അക്രമം നൽകിയത്. മാനേജ്മെന്റ് പറയുന്നത് പബ്ലിക്കായി പോകുന്ന സമയത്ത് സ്കൂൾ വാഹനങ്ങൾക്കൊക്കെ സാധാരണയായി ചില പരിഗണനകളൊക്കെ കിട്ടാറുണ്ട്. ഇത്തരത്തിൽ സൈഡ് നൽകിയില്ലെങ്കിൽ കൂടിയും കുട്ടികളുടെ മുന്നിൽ നിർത്തി മർദ്ദിച്ചത് എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുന്നതുവരെ നിയമപോരാട്ടം. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പുറക്കാട് വിദ്യാസദനം സ്കൂളിലെ ബസ് ഡ്രൈവർ വിജയനും ഭാര്യ ഉഷയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.